മ്യാൻമറിലുണ്ടായ വൻ ഭൂചലനത്തിൽ മരണസംഖ്യ 1000 കടന്നതായി റിപ്പോർട്ട്. 1600-ലധികം പേർക്ക് പരിക്കേറ്റു. നിരവധി പേർ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് സൂചന. മ്യാൻമറിലെ സാഗയിങ്ങിന്റെ വടക്ക് പടിഞ്ഞാറായി ഇന്നലെ ഉച്ചയ്ക്ക് 12:50 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായത്. 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനമുണ്ടായത്. മിനിറ്റുകൾക്ക് ശേഷം 6.7 തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനവും ചെറിയ ഭൂചലനങ്ങളും ഉണ്ടായി. ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തും ചൈനയുടെ കിഴക്കൻ ഭാഗത്തും കംബോഡിയ, ലാവോസ് എന്നിവിടങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു. മരണസംഖ്യ ഉയരുന്നതായി മ്യാൻമറിലെ സൈനിക ഭരണകൂടവും പ്രസ്താവനയിൽ പറഞ്ഞു. മ്യാൻമറിന്റെ ഭരണത്തിലുള്ള സൈന്യവും ഒന്നിലധികം പ്രദേശങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഒരു നൂറ്റാണ്ടിലേറെയായി മ്യാൻമറിലുണ്ടായ ഏറ്റവും വലിയ ഭൂകമ്പമായിരുന്നു ഇത്. സൈന്യം അധികാരം പിടിച്ചെടുത്തതിനെ തുടർന്ന് മ്യാൻമറിൽ തുടരുന്ന ആഭ്യന്തര യുദ്ധം അടിയന്തര സേവനങ്ങളെ ദുർബലപ്പെടുത്തിയെന്നും ആരോപണമുയരുന്നുണ്ട്. അതേസമയം ബാങ്കോക്കിലുണ്ടായ ഭൂകമ്പത്തിൽ 10-ലധികം പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. ബാങ്കോക്കിലെ ചാറ്റുചക് മാർക്കറ്റിന് സമീപം നിർമ്മാണത്തിലിരുന്ന ഒരു ബഹുനില കെട്ടിടം തകർന്ന് 100ഓളം തൊഴിലാളികൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 2000-ലധികം നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കെട്ടിടങ്ങളുടെ സുരക്ഷ പരിശോധിക്കാൻ 100-ലധികം എഞ്ചിനീയർമാരെ നിയോഗിക്കുമെന്ന് ബാങ്കോക്ക് നഗര അധികൃതർ അറിയിച്ചു. ബാങ്കോക്കിലും ചൈനയുടെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ യുനാനിലും മെട്രോ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഭൂകമ്പം കനത്ത നാശം വിതച്ച മ്യാൻമറിന് കൈത്താങ്ങായി ഇന്ത്യ, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ സഹായഹസ്തവുമായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അടിയന്തര ആവശ്യ സാധനങ്ങൾ ഇന്ത്യ മ്യാൻമറിലേക്ക് അയച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.